അങ്ങനെ പളനിയിലേക്ക് തിരിക്കുകയാണ്. രാമേശ്വരം ഭാഗത്ത് പോകുമ്പോഴേ ഞാൻ നോട്ടമിട്ട് വെച്ചതാണ് പളനിയിൽ ഒന്നിറങ്ങണം, കാണണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ 6 മണിയായി വൈകിട്ട്. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. എന്നാലും ഒരു 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ട് അടുത്ത ട്രെയിൻ വരാൻ. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സ്റ്റേഷന്. ഇവിടെ കുറേ ആൾക്കാർ മൊട്ടയടിച്ച് കാണാം. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, പാമ്പൻ ദ്വീപ് എന്ന് കേട്ടിട്ടുണ്ടോ? ധനുഷ്കോടി, രാമേശ്വരം ടെമ്പിളൊക്കെയുള്ള ദ്വീപാണ് പാമ്പൻ ദ്വീപ്. അവിടെ നിന്നാണ് ഞാൻ അമൃത എക്സ്പ്രസ്സിൽ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് കാസർഗോഡ് പോകണം. ഈ അമൃത എക്സ്പ്രസ് പാലക്കാട്, പിന്നെ തൃശ്ശൂർ, അങ്ങനെ എറണാകുളം ഭാഗത്തേക്കല്ല പോകുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് 8 മണിക്കൊരു ട്രെയിനുണ്ട് കാസർഗോഡേക്ക്. അപ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തുള്ള ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ റെയിൽവേ സ്റ്റേഷന് പുറത്ത് പോയി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരണം. അപ്പുറം കിടക്കണമല്ലോ. ഓവർ പിടിച്ചില്ല. അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അണ്ടർഗ്രൗണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കിയാൽ ഇവിടെ ഓവർ പിടിച്ച് കാണാനില്ല. ഇവിടെ അണ്ടർഗ്രൗണ്ട് മാത്രം. ഓവർ ബ്രിഡ്ജിന് പകരം സബ് വേ. നല്ല വൃത്തിയുള്ളതാണല്ലോ, പുതിയതാണ്. ബാക്കി പല സ്ഥലത്തും തുപ്പി നാറ്റിച്ചിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒന്നും കാണാനില്ല. എട്ട് മണിക്കൊരു ട്രെയിനില്ലേ മംഗലാപുരം ഭാഗത്തേക്ക്? അതിൽ പാലക്കാട് വരെയുള്ള വന്നു. അതിൽ പോകുന്നില്ല, 8 മണിക്ക് പാലക്കാട്. പിന്നെ എത്രയാണ് ചാർജ് പാലക്കാട്? 8 മണിക്ക് ഇവിടെ നിന്ന് 8 മണീൻ്റെ ട്രെയിനിൽ പോയാൽ 11 മണിയാകുമ്പോൾ പാലക്കാടേക്ക് എത്താം. പാലക്കാട് നിന്ന് 11:10 വിടുന്ന ട്രെയിനിനാണ് ഞാൻ ടിക്കറ്റ് ബുക്കാക്കിയിട്ടുള്ളത്. ആ 11:10 പാലക്കാട് എത്തുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അത് ഇവിടെ 8 മണിയാകുമ്പോൾ പഴനിയിൽ. അപ്പോൾ സെയിം വണ്ടിയിൽ തന്നെ എനിക്ക് ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് പോകാം പാലക്കാട് വരെ. പിന്നെ അവിടെ നിന്ന് എൻ്റെ റിസർവ് ചെയ്ത അവിടെ പോയിട്ട് കിടക്കാൻ പറ്റും. അതാണ് പദ്ധതി. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ അവിടെ ഒരു തിരക്കേറിയ റോഡ് കണ്ടു. സാധാരണ അങ്ങനെ കാണാറില്ല. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അവിടുത്തെ സ്റ്റേഷനും ഈ പഴനി സ്റ്റേഷനും നല്ല സാമ്യമുണ്ട്. രണ്ടും ക്ഷേത്ര മോഡലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൂടാതെ രണ്ടിനും നല്ലൊരു ഭംഗിയുണ്ട്. രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ടാൽ ഇതിൻ്റെ പരിസരമൊക്കെ വളരെ മനോഹരമാണ്. ഇല്ല ഇത് ഏതാണ് പാത? റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഭയങ്കര തിരക്കല്ല, ഹൈവേ പോലെ. എല്ലാ ബസ്സുകളും പോകുന്നുണ്ട്. അണ്ണാ ഇത് ഏത് റൂട്ടാണ്? ഹൈവേ ആണോ? ഇത് ഏത് റൂട്ടാ? വണ്ടി ധാരാളം പോകുന്നുണ്ട്. ടൗണിൽ പോകാനാ? ഇത് ഇങ്ങനെ ടൗൺ തന്നെ? ഇത്
അല്ല ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗേറ്റ് വെളിയെ വരും. ആ റെയിൽവേ ഗേറ്റ് ലെവൽ ക്രോസിംഗ് അതിപ്പോ ഓപ്പൺ ആക്കിയത്. പാളം കെട്ടുறாங்க. പാളം. അപ്പൊ ഇപ്പൊ ഇതിലെ വിടുന്നതാ വണ്ടികള്. ഇപ്പൊ ഈ ഒരു ബസ് മാത്രം. ഇത് மட்டும் இதுல பெர்மிஷன். பாலம் பிரிச்சு கட்டிக்கிட்டு ஓவர் இருக்கு. നല്ല മനോഹരമാക്കിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതാ മരത്തിൽ ലൈറ്റൊക്കെ ഘടിപ്പിച്ചിട്ട്. മരത്തിൽ ഇങ്ങനെ ലൈറ്റ് ഘടിപ്പിച്ചാൽ അതിൻ്റെ ചൂടേറ്റ് ക്രമേണ എല്ലാം വാടിപ്പോവില്ലേ, കരിഞ്ഞു പോകൂലേ? അതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇവിടെ ക്ഷേത്രമുണ്ട്, ഒരു മണിമുട്ടുന്നുണ്ട്. അതേ ഉള്ളൂ. ഈ മരങ്ങളുടെ ഏറ്റവും അറ്റമുണ്ടല്ലോ മുകളിൽ, അവിടം വരെ ഈ ലൈറ്റ് ഇങ്ങനെ ചുറ്റിപ്പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകും. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരറ്റത്ത് തന്നെയാണിത്. റെയിൽവേ സ്റ്റേഷനാണെന്ന് തന്നെ പറയാം ഈ സ്ഥലം. അവിടെയാണ് ഈ കോവിലുള്ളത്. ഇവിടെ ഒരു കൗതുക കാഴ്ച ഉണ്ട് ഇതിനകത്ത്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മണിയടിക്കുന്നത് എവിടെ നിന്നാണെന്ന് കാണുന്നില്ല. പക്ഷേ ഇവിടെ ചെണ്ട മുട്ടത്തൊരു സംഭവം ഉണ്ടല്ലോ, അതെവിടെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? സൂക്ഷിച്ച് നോക്കി. എവിടെയുള്ളത് അത്? അതാ മുകളിൽ ഇടതുഭാഗത്ത്. അത് ഓഫാക്കിയതിപ്പോൾ. ആ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ മണിയടിയിൽ നിന്നു. അപ്പോൾ രണ്ടിനും ഒരേ സ്വിച്ചാണ്. ഇലക്ട്രിക്കലാണല്ലേ സംഭവം. കണ്ടില്ലേ, സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെയാണിത്. ഇനി അവിടുന്ന് ഭക്ഷണം കഴിച്ചു വരാം. കുറച്ച് നടന്നാലേ ഇവിടെ ഭക്ഷണശാല ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എത്ര കളർഫുള്ളാണല്ലേ. പക്ഷേ ലൈറ്റ് എപ്പോഴും ഇതിന് ചെറിയൊരു ചൂട് നൽകൂലേ മരത്തിന്. അപ്പോൾ മരം നശിക്കുമെന്നാണ് പറയുന്നത്. സൂപ്പ് കണ്ടോ? ഇവിടുത്തെ എല്ലാ പച്ചക്കറികളെയും സൂപ്പുണ്ട് ഇവിടെ. நார்மல் சூப் ஏதாவது? இது வாழைப்பூ இருக்குங்க, அப்புறம் காளான் இருக்குங்க, பருத்தி பால் இருக்குது. ஃபுட் എന്താണ്? இது பாசிப்பயிர் இருக்குது, அப்புறம் கருப்பட்டி கேசரி இருக்குது. சரி. സംഭവം നല്ലതായിരിക്കാം. പക്ഷേ യാത്രയിൽ അത് ഞാൻ കുടിച്ചാൽ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ്. അവിടെ നിന്ന് പോയി നോക്കാം. ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ഓടിൻ്റെ നടുവിലുണ്ട് ഇത്ര വീതിയോടുകൂടി മരം നട്ടു പിടിപ്പിച്ചിട്ട്. ഇതിവിടെ പളനിയിലേ കാണും. ഇത് കയറിയിട്ടപ്പുറം കിടക്കാനാണ് ഒരു മൺതിട്ട വെച്ചിട്ടുണ്ട്. നല്ല വീതിയുണ്ട് ആ നടുവിലെ കെട്ടിന്.
ഇത് തേങ്ങാപ്പാലാ? തേങ്ങാപ്പാല. തേങ്ങാപ്പാലും ഇത് ഇടിയപ്പം. രണ്ട് ഇഡ്ഡലി തരുമോ? രണ്ട് ഇഡ്ഡലി അല്ല കഴിക്കാൻ രണ്ട് മതി. മൂന്ന് പറ്റില്ല, ഞാൻ പറയാം. ആദ്യം രണ്ട് തരി. മൂന്ന് കഴിക്കാൻ പറ്റൂല. ഇത് വലിയ ദോശയല്ലേ? ചിന്ന ദോശ ഉണ്ടാകുന്നില്ല? ചിന്ന കുഴപ്പമില്ല. സാധാ ദോശ. സാമ്പാർ ചട്നി. അത് മീൻകറി വേണ്ട. സാമ്പാർ ചട്നി മതി. തേങ്ങ ചട്നി ഉണ്ടല്ലോ. ഓംപ്ലേറ്റ് ഇല്ലേ? സാമ്പാർ വേണോ? ഒരു സാമ്പാർ. എൻ്റെ രണ്ട് ദോശ 80. ഒരു ദോശ 40. എത്ര കൂടുതൽ? നമ്മുടെ നാട്ടിലെ 2 ദോശയുടെ മാവുണ്ട്. അവരുടെ ഒരു ദോശക്ക് 40 രൂപയാണ്. കുറച്ചധികം തന്നെയാണ്. 8 മണിക്കാണ് എൻ്റെ ട്രെയിന്. അങ്ങനെ ഞാൻ വീണ്ടും കൊളനി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്.